നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ പറ്റിയാണ്. നിങ്ങൾ പലരും വിചാരിക്കുമായിരിക്കും, ജീവിതശൈലി രോഗങ്ങൾ കേട്ടും അടുത്തൊരു കാര്യമാണ്, അതിനെപ്പറ്റി എന്താണ് പുതിയതായിട്ടെന്ന്. ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ ഒരു 40-45 വയസ്സ് കഴിയുമ്പോഴാണ്. അങ്ങനെയുള്ളവർക്ക് ജീവിതശൈലി രോഗത്തെ പറ്റിയുള്ള ഉപദേശങ്ങളുമൊക്കെ ഡോക്ടർമാരിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ സമയത്തും ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് കൗമാരപ്രായക്കാരിൽ വരുന്ന ജീവിതശൈലി രോഗത്തെ പറ്റിയാണ്. സ്ത്രീകൾക്ക് വരുന്ന പല രോഗങ്ങളും നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമാണ്. എങ്ങനെ തടയും? നമ്മുടെ ജീവിത രീതി മാറ്റിയാൽ തന്നെ അത് തടയും. അത് പക്ഷേ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടല്ല നമ്മളത് തുടങ്ങേണ്ടത്. നമ്മൾ കൗമാരപ്രായത്തിലിരിക്കുന്ന നമ്മളുടെ കുട്ടികൾ കൗമാരപ്രായത്തിലിരിക്കുമ്പോൾ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളെ പറ്റി തടയാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന കൊച്ചു കുട്ടികൾ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ പലരും വരുന്നത്, എനിക്ക് മുഖക്കുരു കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് മുഖത്തൊക്കെ രോമ വളർച്ച വരുന്നു, അല്ലെങ്കിൽ എൻ്റെ മാസക്കുളി തെറ്റി വരുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ പോളിസിസ്റ്റിക് ഓവറി എന്നൊരു അസുഖമുള്ളതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകിൽ ദുർമേധസ്, അല്ലെങ്കിൽ കുറച്ച് ഒരു 10 കിലോയൊക്കെ അവരുടെ പൊക്കത്തിനൊത്ത വണ്ണമായിരിക്കില്ല, ഒരു 10 കിലോയൊക്കെ കൂടി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷമാണ് ആ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ തുടുത്ത് ചുവന്ന് ഇത്തിരി വണ്ണമൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കാണാൻ സന്തോഷമാണ്, ഒരു കൗതുകമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വലിയ അസുഖങ്ങളുടെ തുടക്കമുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു 45 വയസ്സുള്ളവർക്കൊക്കെ നമ്മൾ എപ്പോഴും തന്നെ കൊളസ്ട്രോൾ നോക്കും, അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റിസ് ഉണ്ടോ എന്നറിയാൻ HbA1c നോക്കും, അവരുടെ ഷുഗർ നമ്മൾ നോക്കും, അവർക്കൊരു സ്കാൻ ചെയ്ത് ഫാറ്റി ലിവർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കും ഇതൊക്കെ നോക്കേണ്ട ഒരവസ്ഥയാണ്. അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് പൊക്കത്തിനൊത്ത വണ്ണമാണോ ഉള്ളതെന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വണ്ണം കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗത്തിൻ്റെ തുടക്കം അവർക്കുണ്ടോയെന്ന് ഒരു ഡോക്ടറെ കാണിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് പറയുമ്പോൾ പല അമ്മൂമ്മമാരും നെറ്റി ചുളിക്കും, ചെറിയ കുഞ്ഞുങ്ങൾക്കും ഡയറ്റിങ്ങോ എന്ന് ചോദിക്കും. നമ്മളുടെ ജീവിതം ഇപ്പോൾ അങ്ങനെയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ നമുക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, ഓടിക്കളിക്കാൻ സ്ഥലമുണ്ടായിരുന്നു, ഓടിക്കളിക്കാൻ ഒരു 6-7 മണിവരെയൊക്കെ നമുക്ക് കളിക്കാനും ഉള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, അനുവാദവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും തന്നെയില്ല. അവരുടെ ഒരു പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. ഒന്നുകിൽ TV നോക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്നു, മൊബൈലിലുള്ള ചാറ്റ്സ്, മൊബൈലിൽ വരുന്ന പരിപാടികൾ അവർ കാണുന്നു. അതായത് വ്യായാമമില്ലാതെ ഇരുന്ന് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്, ആഘോഷിക്കുന്ന കുട്ടികളാണ് നമുക്കിപ്പോഴുള്ളത്. മാത്രവുമല്ല, അമ്മമാർ പണ്ടത്തേക്കാൾ വ്യത്യാസമായിട്ട് ജോലി ചെയ്യുന്ന അമ്മമാരായിരിക്കും, ജോലിക്ക് പോകുന്ന അമ്മമാരായിരിക്കും, അല്ലെങ്കിൽ അണുകുടുംബമായിരിക്കും. ഇവിടെ ആഹാരം, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ നോക്കാൻ ചിലപ്പോൾ ആൾ കാണില്ല, വളരെ ആരോഗ്യപരമായ ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആൾ കാണില്ല. ഇനി അഥവാ വീട്ടിലുണ്ടാക്കിയാലും കുട്ടികൾക്കെല്ലാം താല്പര്യം പുറത്തുനിന്നുള്ള ഫുഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പല രോഗങ്ങൾക്കും ഒരു അടിത്തറ പാവുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ അമിതമായ വണ്ണം കൊണ്ടുവരുന്നത്? ഒന്ന് പോളിസിസ്റ്റിക് ഓവറി, അതുകൊണ്ട് തന്നെ അമിതമായ രോമ വളർച്ച, മുഖത്തെല്ലാം മുഖക്കുരു, പിന്നെ മാസക്കുളിയിലുള്ള പ്രശ്നങ്ങൾ. കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ബുദ്ധിമുട്ട്, കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ആയാലോ ഗർഭിണിയായാലോ അബോർഷൻ കൂടുന്നു, ഗർഭകാലത്ത് വരുന്ന ഡയബറ്റിസ് കൂടുന്നു, സിസേറിയൻ്റെ റേറ്റ് കൂടുന്നു. സിസേറിയനൊരു പ്രധാന കാരണം അമിതമായ വണ്ണമാണ്. പുരുഷന്മാരിൽ അമിതവണ്ണം വന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക്,
അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഇതിലൊക്കെ നിൽക്കും. സ്ത്രീകൾക്ക് ഇതെല്ലാം വരും. സ്ട്രോക്ക് വരും, ഡയബറ്റിസ് വരും, ഹാർട്ട് അറ്റാക്ക് വരും. അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ക്യാൻസറും വരും. യൂട്രസിലെ ക്യാൻസർ, അണ്ഡാശയത്തിലെ ക്യാൻസർ, ബ്രസ്റ്റിലെ ക്യാൻസർ. അപ്പോൾ അമിതമായ വണ്ണത്തിൻ്റെ തുടക്കം കൗമാരപ്രായത്തിലാണ്. അമിതമായ വണ്ണമുള്ള കൗമാരപ്രായക്കാരെയും നമ്മൾ കൊണ്ടുപോയി കൊളസ്ട്രോൾ നോക്കണം, ഷുഗർ നോക്കണം, അവരുടെ സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നോക്കണം. ഫാറ്റി ലിവർ ഗ്രേഡ് 1ഉം 2ഉം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ കരൾ നിന്നു പോകുന്നതായിട്ടാണ്, കരളിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നന്ദി, നമസ്കാരം.